എനിക്ക് കുറച്ച് ദിവസം മുന്നേ ഉണ്ടായ ഒരു അനുഭവമാണ് നിങ്ങളുടെ ഞാൻ പറയുന്നത്. ഫ്രണ്ടിന്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ നിന്ന് എനിക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. ക്യാഷ് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്ന മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം എനിക്കത് ജെന്യുവൻ ആയിട്ട് തോന്നാത്തത് കൊണ്ട് ഞാൻ അവനെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്ത സമയത്ത് അവൻ പറയുന്നുണ്ടായിരുന്നു അത് അവൻ അയച്ച മെസ്സേജ് അല്ല, അവന്റെ അക്കൗണ്ട് ആരും ഹാക്ക് ചെയ്തു, അത് വേറെ കുറച്ച് ഫ്രണ്ട്സിന് ഇതേമാതിരി മെസ്സേജ് പോയിട്ടുണ്ടായിരുന്നു എന്ന് അവൻ പറയുന്നുണ്ടായിരുന്നു. അപ്പൊ എന്താണ് ഇങ്ങനെ ഒരു ഹാക്ക് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ഉണ്ടാവുന്നതെന്നുള്ളതും അതുപോലെ തന്നെ ഒരു ഹാക്ക് ചെയ്യപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ മുൻകരുതലും ഫേസ്ബുക്ക് അക്കൗണ്ട് റിലേറ്റഡ് ആയിട്ട് ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് 2-factor authentication ആണ്. അതായത് നമ്മുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് ലോഗിൻ ചെയ്യുന്ന സമയത്ത് പാസ്വേഡ് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഫോണിലോട്ട് ഒരു മെസ്സേജ് വരികയും മെസ്സേജ് വഴി വരുന്ന കോഡ് കൊടുത്താൽ മാത്രം ലോഗിൻ ആവുന്ന പ്രോസസ്സാണ്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്ന നമ്മുടെ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കൊടുത്തിട്ടുണ്ടാവും ഓർമ്മയിൽ പെട്ടെന്ന് നിൽക്കുന്ന തരത്തിൽ ചെറിയ പാസ്വേഡ് എന്തെങ്കിലും ആയിരിക്കും, സ്ട്രോങ് ആയിട്ടുള്ള ഒരു പാസ്വേഡ് ആയിരിക്കണം കൊടുത്തിട്ടുണ്ടാവുന്നില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഇച്ചിരി ടഫ് ആയിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള ഒരു പാസ്വേഡ് തന്നെ കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് അൺനോൺ ആയിട്ടുള്ള ആൾക്കാർ ഹാക്ക് ചെയ്യപ്പെടാണ്ട് നമുക്ക് നോക്കാൻ പറ്റും. നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ അക്കൗണ്ട്, ഫേസ്ബുക്കിലെ അക്കൗണ്ട് എന്ന് പറയുന്നത് തേർഡ് പാർട്ടി ആയിട്ടുള്ള ഒരു വെബ്സൈറ്റിൽ നിന്നോ അതുപോലെ തന്നെ തേർഡ് പാർട്ടി ഒരു ആപ്ലിക്കേഷനിൽ നിന്നോ ലോഗിൻ ചെയ്യാണ്ടിരിക്കാൻ ശ്രമിക്കുക. പല ഘട്ടങ്ങളിലും നമ്മൾ ഗെയിംസ് കാര്യങ്ങൾക്കൊക്കെ കളിക്കാൻ വേണ്ടിയിട്ട് ഫേസ്ബുക്ക് വെച്ച് കണക്ട് ചെയ്യാറുണ്ട്. അത് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രമിക്കുക. അവസാനത്തേന്ന് പറയുന്നത് നമ്മൾ ലോഗിൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫേസ്ബുക്ക് ലോഗിൻ ചെയ്യുന്നത് അൺനോൺ ഡിവൈസുകളിൽ നിന്ന് ലോഗിൻ ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രമിക്കുക. അഥവാ നമ്മൾ ലോഗിൻ ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് ലോഗ് ഔട്ട് ചെയ്തു എന്നുള്ള കാര്യം ഉറപ്പുവരുത്തുകയും വേണം. ഹിസ്റ്ററി ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. ഈ കാര്യങ്ങളാണ് മെയിനായിട്ട് നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടത്.